ആശാനെ, നമ്മൾ കാലങ്ങളായിട്ട് ഒന്ന് രണ്ട് തരത്തിലുള്ള പശകളല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ഞാൻ കടയിൽ ചെന്നപ്പോ ഒരുപാട് തരം പശകൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഏത് പ്രോഡക്റ്റ് എവിടെയാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ജോലിയിൽ ശ്രദ്ധിക്കൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ ജോലി തുടങ്ങിയപ്പോ കാർപ്പന്റർ ജോലി ഈസി ആയിരുന്നു. പ്ലൈവുഡ്, ലാമിനേറ്റ്, മരം. പക്ഷെ ഇന്നൊക്കെ മാറി കേട്ടോ. മെറ്റീരിയൽ ആയാലും ജോലി ആയാലും ഓരോ ജോലിക്കനുസരിച്ച് അതിൻ്റെതായ ആവശ്യങ്ങളും സാധനങ്ങളും ഉണ്ട്. ഇത്രയും കാലം ജോലി ചെയ്താൽ എന്താ, ഏത് സാധനം ഏത് ജോലിക്ക് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പറയുന്നത് ശരിയാ, പക്ഷെ അത്ര എളുപ്പമല്ല. എളുപ്പമാക്കാൻ ഒരു വഴിയുണ്ട്. ട്രൂ ഗ്രിപ്പ് അഡ്ഹസീവിനോടൊപ്പം ഏതുതരം മെറ്റീരിയൽസിനും ഏതുതരം പ്രയോഗങ്ങൾക്കും നിങ്ങൾക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ് ഗ്ലൂ ആണ് വേണ്ടതെങ്കിൽ അൾട്രാ, ഡൈനമോ ഗോൾഡ് അല്ലെങ്കിൽ സുപ്രീമ PVC. ഇനിയിപ്പോ റബ്ബർ അഡ്ഹസീവ് ആണ് വേണ്ടതെങ്കിലും കുഴപ്പമില്ല. ഇതാ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഈസി ക്രിയേറ്റ് സ്പ്രേ. 2 തരത്തിലുള്ള ഗ്ലൂ എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള പരിഹാരങ്ങൾ. ഇത് ഏത് തരത്തിലുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാനും ഉപയോഗപ്പെടും. ഓഹോ, പക്ഷേ വെള്ളപ്പശയിൽ ഇത്രയും വെറൈറ്റി ഉണ്ടല്ലോ. ഇതിൽ ഏത് വെറൈറ്റി ഏത് ജോലിക്കാണ് ഉപയോഗപ്പെടുക? ഉദാഹരണത്തിന് വെള്ളം അല്ലെങ്കിൽ ഈർപ്പം കൂടുതലുള്ള സ്ഥലത്ത്. ഉദാഹരണത്തിന് കിച്ചൺ ക്യാബിനറ്റ് അല്ലെങ്കിൽ ബാത്റൂം ക്യാബിനറ്റ്, ഡൈനിങ് ടേബിൾ, അവിടെ വാട്ടർ പ്രൂഫ് ഗ്ലൂ ആണ് ഉപയോഗപ്പെടുന്നത്. ഇങ്ങനെയുള്ള ജോലികൾക്ക് ട്രൂ ഗ്രിപ്പ് അൾട്രയും ഡൈനമോ ഗോൾഡും. ഈ ഗ്ലൂ ജോയിന്റിനെ നനവ് അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റങ്ങളിലൊക്കെ ശക്തവും വിശ്വാസയോഗ്യവുമാക്കും. പിന്നെ ഡൈനമോ ഗോൾഡ് D3 സർട്ടിഫൈഡ് ആണ്, എന്ന് വെച്ചാൽ സർട്ടിഫൈഡ് വാട്ടർ പ്രൂഫ് പെർഫോമൻസ്. ശരി, ഇന്ന് PVC ലാമിനേറ്റ്, അക്രലിക് ലാമിനേറ്റ്, എച്ച് ബെൻഡിങ്ങിനുള്ള ജോലികളാണ് അധികവും നടക്കുന്നത്. അതിൽ ഏത് പശയാണ് ബെസ്റ്റ്? സുപ്രീമ PVC ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. ഇതിന്റെ മികച്ച പിടുത്തം കൊണ്ട് പ്ലൈവുഡിൽ PVC അല്ലെങ്കിൽ അക്രലിക് ലാമിനേഷൻ ഇതെല്ലാം എളുപ്പത്തിൽ ഒട്ടിപ്പിടിക്കും. നേരിട്ടും അല്ലാതെയുള്ള പ്രയോഗത്തിലൊക്കെ ആയാലും അത്രയും തന്നെ വിശ്വസനീയമാണ്. ഏജ് ബാൻഡിങ്ങിന്റെ കാര്യത്തിലായാലും സുപ്രീമ PVC ഒരു നല്ല ചോയ്സ് ആണ്. പക്ഷേ ആ വൈറ്റ് ഗ്ലൂ ഒട്ടിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ജോലി പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരവും വേണം. അങ്ങനെ ഉള്ളപ്പോഴാണ് റബ്ബർ അഡ്ഹസീവ് ഉപയോഗിക്കേണ്ടത്. ട്രൂ ഗ്രിപ്പ് സ്വിഫ്റ്റ്, വേഗത്തിലുള്ള ശക്തമായ പിടുത്തം, അതും വെറും 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ. എന്നുവെച്ചാൽ ജോലിക്ക് വളരെ കുറച്ച് സമയമേ വേണ്ടൂ. ജോലി സമയത്ത് തീരുകയും ചെയ്യും. അങ്ങനെ ഒരു ജോലി പെട്ടെന്ന് തീരുമ്പോ അടുത്ത ജോലി പെട്ടെന്ന് തുടങ്ങാനുള്ള അവസരവും കിട്ടും. ജോലി കൂടുമ്പോൾ സമ്പാദ്യവും കൂടുമല്ലോ. തീർച്ചയായും. റബ്ബർ അഡ്ഹസീവിന് മറ്റൊരു പ്രത്യേകതയും ഉണ്ട്. ഇതിന്റെ സ്ട്രോങ് ടാക്ക്. ഇതുകൊണ്ട് തന്നെ ഇത് നേരെ നിൽക്കുന്ന സ്ഥലങ്ങളിലും വളഞ്ഞ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലും ശക്തമായി ഒട്ടിപ്പിടിക്കുന്നു. അവിടെയൊന്നും എത്തിച്ചേരുന്ന അത്ര എളുപ്പമല്ലായിരിക്കാം. ഇനി അഥവാ എവിടെയെങ്കിലും വെച്ച് റബ്ബർ അഡ്ഹസീവ് കൂടെ ഇല്ലെങ്കിൽ അപ്പോഴും നമുക്ക് ജോലി വേഗം തീർക്കണം. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പരിഹാരം നമ്മുടെ കയ്യിലുള്ളത് നല്ല സഹായമാവും. അതുകൊണ്ട് നിങ്ങളുടെ പണിയായുധങ്ങളൊക്കെ വെക്കുന്ന സഞ്ചിയിൽ ഈസി ക്രിയേറ്റ് സ്പ്രേ അഡ്ഹസീവ് എപ്പോഴും കരുതണം. ഇതിന്റെ സെറ്റിംഗ് സമയം വെറും 10 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ ജോലി അർജന്റ് ആണ്, എന്നാൽ ക്ലാമ്പിങ്ങിന്റെ സ്ഥലം അല്പം പ്രശ്നമാണ്. അങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ എളുപ്പമുള്ള ഒരു സൊല്യൂഷൻ. എന്റെ ആവശ്യം എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് കളി. ഏതുതരം ജോലിക്ക് ഏതുതരം സൊല്യൂഷൻ ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക, ജോലി തുടങ്ങുക. എന്നാ ഞാൻ പോയിക്കോട്ടെ. കാലത്ത് ചില പുതിയ പ്രോഡക്ട്സ് വന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? വാ, ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ നിങ്ങളും മനസ്സിലാക്കൂ. അങ്ങനെ ട്രൂ ഗ്രിപ്പ് അഡ്ഹസീവ് ഉപയോഗിക്കൂ. ഏഷ്യൻ പെയിന്റ്സ് ട്രൂ ഗ്രിപ്പ്. ബോണ്ടിലുണ്ട് വിശ്വാസം. #ഒരു ശക്തമായ വാഗ്ദാനം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സമീപമുള്ള ഏഷ്യൻ പെയിന്റ്സ് ട്രൂ ഗ്രിപ്പ് പ്രതിനിധിയെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏഷ്യൻ പെയിന്റ്സ് ട്രൂ ഗ്രിപ്പ് കട സന്ദർശിക്കുക.